ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രചന പറയാണ്, സുമിയെ വിളിച്ചിട്ട് എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല, അതെന്താ പ്രശ്നമൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, അവളത് എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആകാശാണെങ്കിൽ, അതെ നീ ഒരു കാര്യം ചെയ്യും, ഒരു മെസ്സേജ് അടിച്ച് നോക്ക്, നമുക്ക് നോക്കാമല്ലോ മെസ്സേജ് കാണുമോ ഇല്ലെന്നൊക്കെ അങ്ങനെയും പറഞ്ഞുകൊണ്ട് രചന അത് ശരിയാണല്ലോ, അങ്ങനെ ഫോൺ നോക്കി കഴിഞ്ഞപ്പോൾ അയ്യോ സുമിയുടെ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ടല്ലോ, ഇതാണെങ്കിൽ ഞാൻ കണ്ടുമില്ല, ഞാനാണെങ്കിൽ ഫോൺ എടുത്തില്ലായിരുന്നേ, അതുകൊണ്ട് ഞാനത് കണ്ടില്ല. പക്ഷേ നമ്മുടെ ആദി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കാം. അപ്പോൾ അയ്യോ ഇതിൽ ഇന്ന മെസ്സേജ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അത് വായിച്ചു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ആകാശേ, അവളെ എഴുതി വെച്ചിരിക്കുന്ന മെസ്സേജ് കണ്ടോ, അവളെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല, അവൾ എന്നാലും എന്നോട് ചെയ്തത് വളരെയേറെ ചതിയായി പോയല്ലോ, ഒരു വാക്ക് പോലും പറയാതെ പോയി കഴിഞ്ഞല്ലോ. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എന്താ രചന, എന്താ സംഭവിച്ചത്, സുമി എവിടെ പോയെന്നാ നീ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അതെ, അവൾ ആദ്യം ബോംബെയിലേക്ക് പോയെന്ന്, പിന്നെ അതിനുശേഷം അവിടുന്ന് ദുബായിലേക്ക് പോയെന്ന്. ഇനി അവൾ തിരിച്ചു വരില്ലെന്നൊക്കെയാണ് പറയുന്നത്. അവിടെ ബിസിനസ്സായിട്ട് സെറ്റിൽഡ് ആവാനാണ് അവളുടെ തീരുമാനം എന്നൊക്കെയാണ് മെസ്സേജ് എഴുതി വെച്ചിരിക്കുന്നത്. അയ്യോ, ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ, ഇത്ര ഉറ്റ സുഹൃത്തായിട്ട് നിന്നോടൊരു വാക്ക് പോലും പറയാതെ പോയി കളഞ്ഞിരിക്കുന്നു. ഇത് വല്ലാത്തൊരു ഇത് തന്നെയാണ്. എന്നിട്ട് ബാക്കി എന്താ എഴുതിയിരിക്കുന്നത്? അല്ല, സുമി അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് അവിടെ ഒരു സെറ്റപ്പ് ഉണ്ടെന്നും ആ സെറ്റപ്പ് അവളെ ചതിച്ചെന്നും അങ്ങനേതായ കാരണങ്ങൾ മൂലമാണ് അവൾ അങ്ങോട്ട് പോയതെന്നും ഇനി തിരിച്ച് ഇങ്ങോട്ട് വരാനുള്ള താല്പര്യമില്ല എന്നൊക്കെയാണ് അവൾ കൂടുതലായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഇവൾക്ക് എന്ത് പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല, എന്നാലും എനിക്ക് അവളോട് ശരിക്കും ദേഷ്യം വരികയാണെന്നൊക്കെ പറയാണ്. അപ്പോൾ നമ്മുടെ ആകാശ് ഇതിങ്ങനെ സ്വഭാവം ഇങ്ങനെ മാറ്റിയെടുക്കണമല്ലോ, അവൾ ദൂര സ്ഥലത്തേക്ക് പോയി എന്നുള്ളൊരു ധാരണ ഈ രചനയുടെ മനസ്സിലേക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പം തന്നെ ആകാശ് പറയാണ്, എങ്കിൽ ഒരു കാര്യം ചെയ്യും, ഒരു മെസ്സേജും കൂടി അങ്ങോട്ട് അയച്ചു നോക്ക്, നീ എന്താണ് എന്നോട് മിണ്ടാതെ പോയത് എന്നൊന്ന് ചോദിച്ചു നോക്ക്, ഒറ്റ സുഹൃത്തല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഞാനൊരു മെസ്സേജ് അയച്ച് നോക്കട്ടെ. അങ്ങനെ ഒരു മെസ്സേജ് അയച്ച് നോക്കിയാണ്. അയ്യോ ആകാശേ, നെറ്റ് ഇല്ലെന്ന് തോന്നുന്നു, നെറ്റ് ഓഫാക്കി വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു, ഒരു ടിക്കേ കാണിക്കുന്നുള്ളല്ലോ. അവൾ മഹാ കള്ളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് രചന. കാരണം നിന്നെ കാണാനല്ല അപ്പം അവൾ ഇങ്ങോട്ട് വന്നത്, അവൾ വേറെന്തോ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലാതെ നിന്നോട് പറയാതെ അവൾ പോകുമോ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പം രചനയ്ക്ക് കാലി വന്നിട്ട് രചന സുമിയുടെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കിയാൽ, പക്ഷേ ഫോൺ അവിടെ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രചനയാണെങ്കിൽ അയ്യോ അവൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ, എനിക്ക് തോന്നുന്നില്ല സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണെന്ന്, എനിക്ക് തോന്നുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആരും കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ആ നമ്പർ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടോ, പിന്നെ നീയും വിളിക്കില്ല, വേറെ ആരും വിളിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്ത് കൂട്ടിയിരിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. എന്നാലും ഇത് വല്ലാത്തൊരു കൂട്ടുകെട്ടായി പോയല്ലോ, ഒറ്റ സുഹൃത്താണെന്നും പറഞ്ഞുകൊണ്ട് കയറി വന്നതാ, ഇപ്പോൾ ആരോടും ഒരു അക്ഷരം പോലും പറയാതെ പോയി കളഞ്ഞല്ലോ രചന. ഇനി അവളെക്കുറിച്ച് ചിന്തിക്കണ്ട, അങ്ങനൊരു കൂട്ടുകാരി നിന്നെ കാണാനായിട്ട് ഇവിടെ വന്നിട്ടില്ല, അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. നിനക്ക് സുമി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരിയേ ഇല്ല, അവളെക്കുറിച്ചുള്ള ആ ഡീറ്റെയിൽസ് മുഴുവൻ അങ്ങോട്ട് മറന്നേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പം നമ്മുടെ ആദ്യം ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രചനയ്ക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ട് തോന്നുക. അപ്പം രചനയാണെങ്കിൽ ആകാശിന് ഇങ്ങനെ ഇടങ്ങണ്ണ് വെച്ച് നോക്കുകയും ചെയ്യാണ്. എന്നിട്ട് പിന്നീട് ഒരു അക്ഷരം പോലും ഇണ്ടാതെ രചന മുന്നോട്ട് പോവുക. അപ്പോൾ ആദ്യമാണെങ്കിൽ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് കയറിയും ചെല്ലുകയാണ്. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ ആദ്യ. പക്ഷേ ആകാശാണെങ്കിൽ ആകെ ടെൻഷൻ. ഏതായാലും ഞാൻ പറഞ്ഞത് അവൾ വിശ്വസിച്ചെന്നാണ് തോന്നുന്നത്, ഇനിയിപ്പോൾ ഇവളെക്കുറിച്ചുള്ള ഒരു ചിന്തയും ഉണ്ടാവില്ലായിരിക്കും എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആദിയെ കാണിക്കണം. അപ്പോൾ ആദ്യമാണെങ്കിൽ റൂമിലേക്ക് കയറി ചെന്ന് ഡാഡിയെ വിളിക്കുക. ഡാഡി വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ മോനെ എന്താ മോനെ എന്നൊക്കെ ചോദിക്കുകയാണ്. ഡാഡി എനിക്കൊരു കാര്യം പറയാനുണ്ട് ഡാഡി. എന്ത് കാര്യം? അതെ, മമ്മിയോട് പോലും ഒരു വാക്ക് പോലും പറയാതെ സുമി ആൻറ്റി ഇവിടെ നിന്ന് പോയത്രേ. സുമി ആൻറ്റി ബോംബെക്ക് പോയെന്നോ അങ്ങനെ ചെയ്തെന്ന് ഇങ്ങനെ ചെയ്തെന്നോ എന്നൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത്. മമ്മിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നതാണെന്ന് ഈ ആകാശ് അങ്കിൾ പറയുന്നത്. സുമി ആൻറ്റി അത്രയ്ക്ക് ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് ആകാശ് അങ്കിൾ പറഞ്ഞു കൂട്ടുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേഷിനും ചെറിയൊരു ഡൗട്ടൊക്കെ തുടങ്ങുകയാണ്. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം കാണും, അതുകൊണ്ടായിരിക്കും നീ ആകാശിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ നിൽക്കണം ഡാഡി. എന്നാലും ഈ ആകാശങ്ങൾ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് ഡാഡി, അതായിരിക്കും ആ ഒരു പാറമടയെ കൊണ്ട് കളഞ്ഞത്. അവൻ്റെ ഇതിൽ കുറേ രഹസ്യങ്ങളുണ്ടെന്ന് നമുക്കറിയാലോ മോനെ. അപ്പോൾ എന്തൊക്കെയോ രഹസ്യങ്ങളടങ്ങിയ ഫയലുകൾ അവൻ വെള്ളത്തിൽ കൊണ്ട് ഒളിപ്പിച്ചതായിരിക്കും, അങ്ങനെ ആവാനാണ് സാധ്യത.
പക്ഷേ എന്നാലും ഡാഡി വേണ്ട മോനെ, നീ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണ്ട. ഏതായാലും നീ അവിടെ നിൽക്കാൻ പോകുന്നില്ലല്ലോ. ഇനി അധികം താമസിയാതെ ഞങ്ങളുടെ അടുത്തേക്കല്ലേ നീ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അവിടെ ഫോൺ വെക്കുകയാണ്. ഫോൺ വെച്ചപ്പോൾ ദേ ആകാശ് കയറി വരിക. അപ്പോൾ ആകാശ് ചോദിക്കുകയാണ്, ആരെയാ നീ വിളിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഞാൻ വിളിച്ചതല്ല, ഡാഡി എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ്. ഓ ശരിയാ. ഇനി ഡാഡി മോനും കൂടി ഒരുപാട് വിളിയൊക്കെ ഉണ്ടാകുമല്ലോ. കാരണം നിന്നെ ഏറ്റുപിടിക്കാൻ വേണ്ടി മഹേഷ് പരക്കമാഞ്ഞ് നടക്കല്ലേ, നിന്നെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ ഇത്തരത്തിലുള്ള വിളികളെല്ലാം കാണും, അതെനിക്ക് മനസ്സിലായി. പക്ഷേ മോനെ ആദി, എന്ത് ചെയ്യാനാണ്, നിന്റെ മനസ്സ് അവർക്ക് അറിയില്ലല്ലോ. നിനക്കൊരിക്കലും മമ്മിയെ വിട്ടു പോകാൻ കഴിയില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പാവം മമ്മി, നീ പോയി കഴിഞ്ഞാൽ പിന്നെ മമ്മിക്ക് ആരാ ഉള്ളത്? നീ ഒന്ന് ചിന്തിച്ച് നോക്കേ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മുടെ ആദി ഒന്നും മിണ്ടാതിങ്ങ് നിൽക്കുക. അപ്പോൾ മോനെ, അവർ അങ്ങനെ പല കളികളും കളിക്കും. പക്ഷേ മമ്മിയെ വിട്ട് നീ ഒരിക്കലും പോകരുത്. നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇഷിതാമ്മയ്ക്ക് ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കാനായിട്ട് പോകുന്നു. ആ കുഞ്ഞിൻ്റെ ഇടയിലേക്ക് നീ കയറി ചെന്നാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഇഷ്ടപ്പെടാനായിട്ട് പോകുന്നില്ല. കാരണം എന്താണെന്നറിയാവോ? അവർക്ക് അവരുടെ കുഞ്ഞാണ് വലുത്. ചിപ്പിയെ നോക്കാൻ വേണ്ടിയാണ് ഈഷിത ആ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തി വെച്ചതെങ്കിലും ഇപ്പോൾ അവൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുക. അപ്പോൾ നിങ്ങളോട് സ്നേഹം കാണിക്കോ, അല്ലെങ്കിൽ ആ കുഞ്ഞിനോട് സ്നേഹം കാണിക്കോ? ആ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിന് ചുറ്റുമായിരിക്കും എല്ലാവരും. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ആ കുഞ്ഞിൽ മേൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ആദി ചോദിക്കുകയാണ്, അത് അങ്കിൾക്ക് എങ്ങനെ അറിയാം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, എനിക്കറിയാന്നേ, അനുഭവത്തിൽ വരുമ്പോഴേ ഇതൊക്കെ പഠിക്കുള്ളൂ. മോനതാ അനുഭവത്തിൽ വരാൻ പോവാണ്. ചിപ്പിയും മോനും ഒറ്റപ്പെടുന്നൊരവസ്ഥയുണ്ടാകും. അങ്കിള് പറയുന്ന കാര്യങ്ങൾ അപ്പം ആലോചിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഈ ആകാശ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇതിനുള്ള മറുപടിയൊക്കെ എനിക്ക് തരാൻ കഴിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല അങ്കിളെ, പക്ഷേ എൻ്റെ ഡാഡി പറഞ്ഞുകൊണ്ട് മാത്രമാണ്. എന്ത് വേണമെങ്കിലും അങ്കിൾ പറയട്ടെ, ചെയ്യട്ടെ, അധികം താമസിയാതെ മോൻ അവിടെ നിന്ന് പോകാനുള്ളതല്ലേ എന്നൊക്കെ ഒരൊറ്റ വാക്ക് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് നമ്മുടെ ആദി ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മഞ്ജിമയാണ്. അപ്പോൾ മഞ്ജിമയാണെങ്കിൽ കണ്ണാടി നോക്കിയിട്ട് തൻ്റെ സൗന്ദര്യം, അയ്യോ എൻ്റെ സൗന്ദര്യത്തിന് കുറച്ച് മങ്ങൽ പറ്റുമോ എന്നൊരു സംശയം. എങ്ങനെ മങ്ങൽ പറ്റാതിരിക്കും? മനസ്സിന് സമാധാനം ഉണ്ടായിട്ട് വേണ്ടേ സൗന്ദര്യം കൂടാനായിട്ട്? അല്ലെങ്കിലും ഒരാണിൻ്റെ സ്നേഹവും പരിഗണനയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മുഖത്തിന് സൗന്ദര്യങ്ങൾ കൂടുള്ളന്നേ. എന്ത് ചെയ്യാനാണ് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് മഞ്ജിമയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഇത് ആകാശ് മേനോനാണല്ലോ വിളിക്കുന്നത്. പണ്ടെങ്ങോ സേവ് ചെയ്ത് വെച്ച നമ്പറാണ്. ഇയാളെന്തിനാ എന്നെ വിളിക്കുന്നത്? ഇനി രചനയെ തള്ളിക്കളഞ്ഞിട്ട് ഇങ്ങോട്ടൊരു ട്യൂണിടാൻ വേണ്ടിയാണോ ഇവൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുകയാണ്. ഹലോ, ആരാ എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ ഞാനാ, മഞ്ജിമയല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ ഞാൻ മഞ്ജിമ തന്നെയാ. നിങ്ങളാരാന്ന്? ഞാൻ ആകാശ് മേനോനാ. നിങ്ങളെന്തിനാ എന്നെ വിളിച്ചത്? അല്ല, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചത്. എന്ത് കാര്യം? നിങ്ങളെ ദേ എൻ്റെ ഭർത്താവിനെ രക്ഷിക്കും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കൈയൊഴിഞ്ഞല്ലേ? നിങ്ങളോട് ഒരു സഹായം ചോദിച്ചിട്ട് പോലും നിങ്ങൾ ചെയ്തെന്നില്ലല്ലോ മഞ്ജിമേ. അങ്ങനൊരു വർത്തമാനം നീ പറയരുത് കേട്ടോ. നിനക്ക് വേണ്ടി എന്തെല്ലാം ഞാൻ ചെയ്തു. നിന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ ഞാൻ പോയി. പൈസ ഒരുപാട് തന്നില്ലേ? എന്നിട്ട് ഞാനൊന്നും ചെയ്തില്ല എന്ന് മാത്രം നീ പറയാൻ നിൽക്കരുത്. പിന്നെ നിന്റെ ഭർത്താവിൻ്റെ സ്വഭാവ ദൂഷ്യം കാരണമാണല്ലോ അയാൾ എങ്ങോട്ട് ഓടിപ്പോയത്. അതൊന്നും എൻ്റെ കുറ്റമല്ലല്ലോ മഞ്ജിമേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മഞ്ജിമയോടൊന്നും മിണ്ടാതിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അതെ ഞാൻ ആദിയുടെ കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. ആദിയെ അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി മഹേഷും ഇഷിതയും കൂടി വക്കീലിൻ്റെ അടുത്ത് അപ്പീൽ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അത് ശരി, നീ അവിടെ നിന്നിട്ട് ഒരു കാര്യവും അറിയുന്നില്ലേ മഞ്ജിമേ? അങ്ങനെ ഒരു കാര്യം ഉണ്ടായി. ആദിയെ എങ്ങനെയെങ്കിലും മഹേഷിൻ്റെ അടുത്ത് എത്തിക്കണം. ഇതിനുള്ള തന്ത്രപ്പാടുകളാണ് അവർ മുഴുവൻ ചെയ്തു കൂട്ടുന്നത്. പക്ഷേ ആദിയുടെ സ്വഭാവം നിനക്കറിയാലോ. മമ്മിയെ വിട്ട് അവൻ എങ്ങോട്ടും പോകുന്ന പ്രശ്നമില്ല. പക്ഷേ ഈ കോടതി വഴക്ക് കേസൊക്കെ ആയി കഴിയുമ്പോഴേക്കും ആ പാവം പിഞ്ചു കുഞ്ഞിൻ്റെ മനസ്സ് വല്ലാതെ ആകില്ലേ? ആദ്യ കോടതിയിൽ ഇങ്ങനെ പറയുള്ളൂ, തനിക്ക് മമ്മിയോടൊപ്പം പോകാനാണ് ഇഷ്ടമെന്ന് മാത്രമേ പറയുള്ളൂ. പിന്നെ എന്തിനാണ് ഈ കോടതിയും വക്കീലോട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നത്? പാവവാദി ഇതെല്ലാം അറിഞ്ഞിട്ട് സങ്കടം കൊണ്ട് ഒരു തുള്ളി ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്ന് ആകാശ് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഞ്ജിമ, എൻ്റെ ആകാശേ, ദേ ഈ മഞ്ജിമയെ അത്ര മണ്ടിയാക്കാനും നോക്കണ്ട. ആകാശിന് ഇപ്പം എന്താണ് വേണ്ടത്?
അത് ചെയ്തു തന്നാൽ എനിക്കെന്താണ് ഗുണം, അത് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയാണ്. ഇത് കേട്ട് ആകാശ് ആകെ ചമ്മി നരൊരവസ്ഥയിലായി പോവുകയാണ്. ഏതായാലും നീ ആ ഭർത്താവിനോടൊപ്പം കഴിഞ്ഞതല്ലേ കുറേ നാള്, അപ്പം അവൻ്റെ സ്വഭാവങ്ങളല്ലേ നിനക്ക് കൂടുതൽ കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ കാര്യത്തിലേക്ക് ഞാൻ വരാം. ഒരു കൊളുത്തിട്ട് കൊടുത്താൽ മാത്രം മതി, ആ കുടുംബത്തിലൊരു കലക്കം അങ്ങോട്ട് ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞു തരാം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് രഹസ്യമായിട്ട് കുറേ കാര്യങ്ങളെല്ലാം മഞ്ജിമയോട് പറയാം. അത് ഞാൻ ഏറ്റു എന്ന് മഞ്ജിമ പറയാണ്. പിന്നീട് ഇഷിതയെ കാണിക്കുന്ന ഇഷിത കണ്ണാടിയുടെ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് മഞ്ജിമ അങ്ങോട്ട് ചെന്നിട്ട് ഇഷിത എന്ന് പറഞ്ഞിട്ട് വിളിക്കണം. എന്താ മഞ്ജിമേച്ചി, എന്താ വന്നത്? എന്താ ഇഷിത, നിന്നെ കാണാൻ വേണ്ടി എനിക്കെന്താ ഈ റൂമിലേക്ക് വരാൻ പാടില്ലേ? അതിനെന്താ മഞ്ജിമേച്ചി, മഞ്ജിമേച്ചിക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്തേക്ക് വരാലോ, അതിനൊരു പ്രശ്നമില്ല. പക്ഷേ മഞ്ജിമേച്ചി വരുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്താ കാരണമെന്ന്. അത് പിന്നെ ഇഷിതയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആകെ സങ്കടം തോന്നുന്നു. അത് കൊള്ളാം, എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ. എന്തിന്? അല്ല, ഈ ആദിയെ നിങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി വക്കീലിന് അപ്പീലൊക്കെ കൊടുത്തെന്നൊക്കെ അറിഞ്ഞല്ലോ. അതെ, അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. പക്ഷേ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അവന് ഈ ഒരു ഇതിന് താല്പര്യമുണ്ടോ ഇല്ലേ എന്നൊക്കെ. അവന് താല്പര്യം ഉണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞതാ. പിന്നെന്തിനാ മഞ്ജിമേച്ചി ഈ കാര്യത്തിൽ കയറി ഇടപെടുന്നത്? പക്ഷേ അവൻ ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം എന്താണെന്നറിയാവോ, അവന് ഓരോരോ അനിയത്തിയുള്ളൂ, അത് ചിപ്പിയാണ്. ചിപ്പിയെ നോക്കാൻ വേണ്ടിയാണ് ഇഷിത ഈ വീട്ടിലേക്ക് കയറി വന്നത്. എന്നിട്ടിപ്പോൾ എന്തായി? ഇപ്പോൾ നിന്റെ വയറ്റിലൊരു കുഞ്ഞ്. അപ്പോൾ ഇതൊക്കെ ഈ ആദിക്ക് താങ്ങാൻ പറ്റുമെന്നാണോ? ഒരിക്കലുമില്ല. അവനാണെങ്കിൽ ഈ കുഞ്ഞിനെ തീരെ ഇഷ്ടമല്ല. നീയൊരു അമ്മയായെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദിക്ക് അതിൽ വല്ലാത്തൊരു അരിശമാണ്. നിങ്ങൾ മഞ്ജിമേച്ചി ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിളക്കാനായിട്ട് നോക്കണ്ട. അങ്ങനെ ഒരു കുട്ടിയല്ല ആദി, എനിക്കറിയാം ആദിയെ. ഇഷിതയുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അവൻ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇഷിതയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ നേരത്ത് അവനത് തീരെ ഇഷ്ടപ്പെടില്ല. പിന്നെ സിനിമയെ കാണുന്ന രംഗങ്ങൾ പോലെയൊക്കെ ആകേണ്ടി വരും. അത് ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഇഷ്ടമില്ലാത്തൊരു കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത് അത് ഇഷിതയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും അത് വലിയൊരു ആപത്ത് തന്നെ ഉണ്ടാകും. ഇഷിതയ്ക്ക് അറിയാലോ, ആകാശിന്റെ ഭക്ഷണവും കഴിച്ച് അവൻ്റെ വീട്ടിൽ സുഖമായിട്ട് കഴിയുന്ന ആകാശിനെ തല്ലാനായിട്ട് കൈ ഉയർത്തിയതാണ്. പിന്നെ അതേപോലെ തന്നെ അപ്പച്ചിയായി എന്നോട് പോലും അവനൊരു ബഹുമാനമില്ല. പിന്നെയാണ് രണ്ടാനമ്മയോട് ഉണ്ടാകാനായിട്ട് പോകുന്നത്. സത്യം പറയാലോ ഇഷിത, എനിക്ക് ആ ചെറുക്കനെ കണ്ണിന് നേരെ കണ്ടൂടാ. അവനൊരു കുരുത്തം കെട്ട ചെറുക്കനാണ്. അതുകൊണ്ട് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷിതയ്ക്ക് അത് വലിയൊരു ബാധ്യതയായി മാറും. പിന്നെ സിനിമാ രംഗത്തെക്കാളും വലിയ രംഗങ്ങളായിരിക്കും അവനവിടെ സൃഷ്ടിക്കാനായിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ ഇഷിതയ്ക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജിമ അവിടെ നിന്ന് ഒറ്റ പോക്കാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ തോന്നുക, ഇഷിതയ്ക്ക് വല്ലാത്തൊരു പേടി തോന്നുകയാണ്. ദൈവമേ, ഇനി മഞ്ജിമേച്ചി പറഞ്ഞതുപോലെ വല്ല സംഭവിക്കോ എന്നാണ് പേടി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാധവനെയാണ്. മാധവാണെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടിട്ടേക്കണല്ലോ മാധവനെ. അപ്പോൾ അമ്മ വന്ന് കാണാനായിട്ട് വന്നിരിക്കുകയാണ്. മോനെ മാധവേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. മാധവ് കണ്ണ് തുറക്കുക. ഈ മനസ്വിനിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മാധവ്, ഈ സ്ത്രീ ആരാണ് എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? പോ എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് ഓടി വരികയാണ്. എന്താ മാധവേ, ഈ സ്ത്രീ ആരാ കൊണ്ടുവന്ന്? ഈ സ്ത്രീയോട് ഇറങ്ങി പോകാൻ പറ. നിങ്ങൾ ആരാണ് എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ഞാൻ മാധവിൻ്റെ അമ്മയാണ്. നിങ്ങളാണോ സ്ത്രീ? നിങ്ങൾ കാരണമല്ലേ മകൻ ഈ ഒരു അവസ്ഥ വരാനുള്ള കാരണം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഡോക്ടർ, എൻ്റെ മകൻ എനിക്കൊന്ന് കാണാൻ വേണ്ടിയാണ് ഡോക്ടർ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ ഇത് കണ്ട മാധവാണെങ്കിൽ ഇവരോട് ഇറങ്ങി പോകാൻ പറ, അല്ലെങ്കിൽ തല വെട്ടിപ്പൊളിക്കുന്ന വേദന എനിക്ക്. അപ്പോൾ മനസ്വിനി അവിടെ നാട്ടി ഇറക്കുകയാണ് ഡോക്ടർ. അപ്പോൾ ഡോക്ടർ പറയാണ്, എന്തിനാണ് മാധവേ നീ ഇങ്ങനെ കിടന്ന് ഷൗട്ട് ചെയ്യുന്നത്? ഡോക്ടർ, എത്ര നാൾ ഡോക്ടർ എന്നോട് പിടിച്ചു വെക്കും? ഡോക്ടർക്ക് എൻ്റെ അസുഖം മാറ്റാനായിട്ട് സാധിക്കില്ല. എനിക്ക് 2 കുപ്പി മദ്യം കൂടി തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അത്ര വല്ല അഡിഷനും നീ ആയിട്ടില്ല മാധവേ. അതുകൊണ്ട് നീ അത്ര വലിയ മദ്യപാനിയൊന്നുമല്ല. നിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് വിട്ടോളാം. പക്ഷെ നിന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറുന്നത് വരെ നിന്നെ ഞങ്ങൾ ഇവിടെ പിടിച്ചു നിർത്തും. അതിനുശേഷമേ ഞങ്ങൾ വീട്ടിലേക്ക് അയക്കോളൂ. നീ ഈ ഒരു ഗുളിക കഴിക്കുക. അപ്പോൾ നിൻ്റെ ആ സ്ട്രെസ്സും വേദനയും ഒക്കെ കുറയും.
ഈ ടാബ്ലറ്റ് കഴിക്കാൻ പറയുകയാണ്. അങ്ങനെ ടാബ്ലറ്റ് എടുത്ത് നമ്മുടെ മാധവ് മേടിക്കുകയും ചെയ്യണം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ ബൈ.